തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കിയിരിക്കെ പ്രചരണം ശക്തമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും. വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോകളും വാഹന പ്രചരണ ജാഥകളും ആവേശ കാഴ്ചയൊരുക്കി. വികസന വാഗ്ദാനങ്ങളുമായി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇനി 2 ദിവസം മാത്രം ശേഷിക്കെ പ്രചരണം കൊഴുപ്പിക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. ദുഃഖവെള്ളിയും ഈസ്റ്ററും കഴിഞ്ഞ് തിങ്കളും ചൊവ്വയും മാത്രമാണ് വാഹന പ്രചരണത്തിന് അവസരം ലഭിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനങ്ങൾ പൂർത്തിയാക്കി വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പതിവിലുമേറെ വാഗ്ദാനങ്ങളാണ് മുന്നണികൾ വോട്ടർമാർക്ക് മുന്നിൽ നിരത്തുന്നത്. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്രയും സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനയും ആരോഗ്യ ഇൻഷുറൻസും അടക്കമുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ് മുന്നണികൾ അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ വിജയം മുന്നണികൾക്ക് നിർണായകമാവുകയാണ്. 3ാം തവണയും ഭരണം നേടാൻ LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും കൂടുതൽ സീറ്റ് നേടി കരുത്തു തെളിയിക്കാൻ NDAയും ശക്തമായി പ്രചരണം തുടരുകയാണ്. ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ എന്ന ചോദ്യത്തിന് ഏപ്രിൽ 9-ന് ജനം വിധിയെഴുതും. ഇതാദ്യമായി ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും പരമാവധി വോട്ടുകൾ നേടി വിജയമുറപ്പിക്കാനുള്ള തീവ്രമായ പ്രചരണമാണ് നടത്തുന്നത്. പാലായിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളാണ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ചർച്ച ചെയ്യപ്പെടുന്നത്. കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കടുത്തുരുത്തിയിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മോൻസ് ജോസഫും നിർമ്മല ജിമ്മിയും സുരേഷ് ഷെട്ടിക്കുന്നതിലും കടുത്ത പ്രചരണമാണ് നടത്തുന്നത്. ഏറ്റുമാനൂരിൽ വികസന നേട്ടങ്ങൾ ഉയർത്തി LDF സ്ഥാനാർത്ഥി VN വാസവനും ഭരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷും ഇരു മുന്നണികൾക്കുമെതിരെ NDAയുടെ ആതിര ഡി നായരും കടുത്ത പോരാട്ടത്തിലാണ്. പരമാവധി വോട്ടുകൾ നേടാനുള്ള തന്ത്രങ്ങളുമായി ആവേശകരമായ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ കാഴ്ചവെക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.